ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിജി. തൃശ്ശൂർ അമലാനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഇളയ മകൾ റേച്ചലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സൗഖ്യമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ മുട്ടുവേദനയാണെന്ന് പറയുകയും അതിനെ തുടർന്ന് അവൾ കിടക്കുകയും പിന്നെ എണീറ്റ് നടക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് ചെയ്തത്. ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറവില്ലാതെ ആയപ്പോൾ ഞങ്ങൾ വേറെ ഡോക്ടർമാരെ കാണിച്ചു. അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം അവൾ സ്കൂളിൽ പോകാതിരിക്കുകയും നടക്കാനായിട്ട് സാധിക്കാതിരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ രണ്ടും കാൽമുട്ടുകളും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അവൾ നടന്നിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു അഡ്മിറ്റ് ആക്കണം. അങ്ങനെ ഇരിക്കണ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞങ്ങൾ സാറ്റർഡേ ബൈബിൾ കൺവെൻഷൻ എൽ റുഹയിൽ വന്ന് കൂടാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് കൊച്ചിനെ കൊണ്ട് എടുത്തു വരണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ആള് നിൽക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ അവള് തന്നെയാണ് നടന്ന് ഇവിടെ വന്നത്. തുടർന്ന് ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ബഹുമാനപ്പെട്ട റാഫേൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒലിവ് ഓയിൽ പുരട്ടുകയും അതുപോലെ തന്നെ റഫായേൽ മാലാഖയുടെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവൾ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങി. അതിന് ഞാൻ ഈശോയ്ക്ക് ഇല്ല. ഒരു വർഷമായി. ഇപ്പോൾ നല്ലൊരു കൈയുടെ കൊടുത്ത് ഒരു വർഷത്തിന് ശേഷം സാക്ഷ്യം പറയണേ കേട്ടോ. 2 കാലിലെയും കുഞ്ഞുകുട്ടിയുടെ കൊച്ചിന്റെ വേദനയും ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ സൗഖ്യം കിട്ടിയ കുട്ടിക്ക് ഉണ്ടോ. രണ്ടാമത്തെ സാക്ഷ്യം അതേ സമയം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിസ തടസ്സം നേരിട്ടുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അത്ഭുത ജപമാലയെക്കുറിച്ച് അറിഞ്ഞത്. അതിനെ തുടർന്ന് ഞങ്ങൾ ദിവസവും അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുകയും 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിസ തടസ്സം മാറി ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. യേശുവേ സ്തുതി, നന്ദി, ആരാധന. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നന്ദി പറയാം.